ഹലോ നമസ്കാരം വെൽക്കം ടു kp'z വേൾഡ് ഫോർ ട്രിക്സ് ആൻഡ് ട്രീറ്റ്സ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ടില്ല, അപ്പം നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഒരു 35 ദർഹംസ് ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് 16 ക്യാപ്സ്യൂൾ ലിപ്സ്റ്റിക്കുകൾ അടങ്ങുന്ന ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്, ഇത് നല്ലതാണോ അല്ലെങ്കിൽ നമുക്കിത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. എന്തായാലും പുതിയൊരു സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ? അപ്പോൾ അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ്, അയ്യോ അല്ലല്ല, ഇതാണ് മുൻഭാഗം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ വെൽവെറ്റ് ലിപ്സ്റ്റിക്ക്. ഇത് പറയുന്നത് പോലെ തന്നെ ഇത് ഇച്ചിരി മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടും. സ്മോൾ ആൻഡ് ക്യൂട്ട് ലിപ്സ്റ്റിക് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓഫ് കോഴ്സ് ചൈനയുടെ പ്രോഡക്റ്റാണ്. 6 വർഷത്തെ എക്സ്പയറി പീരീഡ് പറയുന്നുണ്ട്. അതായത് 6 വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറെ വ്ളോഗേഴ്സൊക്കെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അന്ന് തൊട്ട് ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഇത് വാങ്ങിക്കണം. കാരണം നമ്മുടെ വണ്ടിയിലൊക്കെ വെക്കാനും ബാഗിൽ വെച്ചുകൊണ്ട് പോകാനും ഒക്കെ നമുക്ക് വളരെ സൗകര്യമാണ്, വളരെ കോമ്പാക്റ്റ് ആണ്, ഇച്ചിരി ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഓപ്പൺ ചെയ്യാം കേട്ടോ. നല്ല പാക്കിംഗ് ആണ്, നല്ല പ്രൊഫഷണൽ പാക്കിംഗ് ആണ്. 35 ദർഹംസ് ഇതിന് വരുന്നുള്ളൂ. 16 ലിപ്സ്റ്റിക്ക് 35 ദർഹംസിന് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളി കേട്ടോ. വളരെ ക്യൂട്ടായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഈ ചെറിയ സൈസ് അതാ കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ ക്യൂട്ടായിട്ടാണ് ഈ 16 അതിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. അതാ കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട്. കൊള്ളാട്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. കളേഴ്സൊക്കെ ഇതാണോ നമുക്ക് കണ്ടു നോക്കാം. അടുത്തൊരു ചടങ്ങെന്ന് പറഞ്ഞാൽ തന്നെ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്ക് തുടച്ച് മാറ്റുക എന്നുള്ളതാണ്. ഞാൻ നോർമൽ ഒരു ടവലിൽ വെള്ളം യൂസ് ചെയ്തിട്ടാണ് വൈപ്പ് ചെയ്യുന്നത്. ടിഷ്യൂ വൈപ്പൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. കണ്ട, ഇതിപ്പോൾ എൻ്റെ നോർമൽ ലിപ്സ് ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ക്യൂട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പാക്കിംഗ് കേട്ടോ. ഈശ്വരാ, ഏത് കളർ ഫസ്റ്റ് എടുക്കണം? ഓറഞ്ചിയും തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ടോ, എന്ത് കുട്ടിയാന്ന് നോക്കിയതാ, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാമേ. കൊള്ളാം, ശരിക്കും നന്നായിട്ടുണ്ട്. കൊള്ളാം എന്നല്ല പറയുന്നത്, ഡ്രൈ ആക്കുന്നില്ല. നല്ല രീതിയിൽ വെൽവെറ്റ് എന്ന് അവർ പറയുന്നത് പോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്. മാത്രമല്ല ഷെയ്ഡ് കൊള്ളാം. ഇത് കറക്റ്റ് ഷെയ്ഡ് അല്ല കേട്ടോ. ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ കറക്റ്റ് ഷെയ്ഡ് ആവില്ല, ബട്ട് സ്റ്റിൽ ലൈക്ക് ഇറ്റ്സ് ഗുഡ്. നമ്മൾ ഓരോന്ന് കഴിയുമ്പം വൈപ്പ് അതാണ് അവസ്ഥ. ഇത് തുടച്ച് കളഞ്ഞിട്ട് അടുത്ത ഷെയ്ഡ് ട്രൈ ചെയ്യാം. നല്ല രീതിയിൽ തുടച്ച് വെള്ളം വെച്ച് നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം മാത്രമേ വേറെ കളേഴ്സ് ട്രൈ ചെയ്യാവൂ. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ട്രൈ ചെയ്യുന്നതൊന്നും ലിപ്സിന് നല്ലതല്ല. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഒരു ഡാർക്ക് കളർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബ്രൗൺ ആണ്. ഈ കാണിച്ചിരിക്കുന്ന കളറൊന്നും ആയിരിക്കത്തില്ല. ലെറ്റ്സ് സീ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാണിച്ചേക്കുന്ന കളറൊന്നുമല്ല, പക്ഷേങ്കിൽ കുറച്ചുകൂടെ, അതായത് നമ്മൾ മുൻപേ എടുത്ത ലിപ്സ്റ്റിക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ ലിപ്സ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതിൻ്റെ ഷെയ്ഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കാണിച്ചു തരാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാണ് എളുപ്പവും. നമ്മൾ വെറുതെ എന്തിനാ എല്ലാം കൂടെ ഒരുമിച്ച് തേച്ചിട്ട് ചുണ്ട് കളയുന്നത്. അപ്പം ഇത് ഞാൻ കയ്യിൽ തേച്ച് ഈ 16 ഷെയ്ഡും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഭയങ്കര ബുദ്ധിയാണ്.
അന്ന് തുടങ്ങി വെച്ച വീഡിയോ പിന്നെ ഇന്നാണ് ഞാൻ പുനരാരംഭിക്കുന്നത്. കഥയിലെ കഥാപാത്രങ്ങളും ഒക്കെ സെയിം ആണെങ്കിലും കയ്യിലെ നെയിൽ പോളിഷും ആഭരണങ്ങളും മാറിയിട്ടുണ്ട്. ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ ആക്ച്വലി കളർ ഷെയ്ഡ്സ് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇത് മിക്സഡ് കളേഴ്സാണ് വരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് എന്തൊക്കെ കളറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തെല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആട്ടോ, നമ്മൾ ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ്സ് ഒന്നുമില്ല. പിന്നെ ചിലതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്സൊക്കെ ഞാൻ ലാസ്റ്റിൽ 1-2 മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്മൂത്താണ്, വളരെ ലൈറ്റാണ്, ഒരു ഡ്രൈ ഫീലിംഗ് അല്ല. ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പടരാനും വളരെ എളുപ്പമാണ്. ഇതല്ലാതെ സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തുടച്ച് മാറ്റാനും പറ്റും. നമ്മൾ എന്താ പറയുക, ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കിസ് ചെയ്താലെന്നാണ് പറയാൻ വന്നത്. എനിവേസ്, അപ്പം നമ്മൾക്ക് ഇത് പെട്ടെന്ന് പടരും, എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, അപ്പം എൻ്റെ കൈ ഞാനൊരു താജ്മഹൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ സ്ഥലം ഇല്ലാതെ വന്നിട്ടും ഞാൻ അപ്പുറത്തൊക്കെ വരച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനെടുക്കുന്ന ഒരു എഫേർട്ട് എനിക്ക് വയ്യ. എല്ലായിടത്തുമൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മാറ്റി വെക്കുന്ന കുറച്ച് ഇതുണ്ട് കേട്ടോ, അത് എനിക്ക് കുറച്ചൊന്ന് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നിയ കുറേ കാര്യങ്ങൾ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ആഫ്റ്റർ ഓൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് വണ്ടിയിലൊക്കെ കൊണ്ടുവയ്ക്കാനും ബാഗിലൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ലിപ്സ്റ്റിക്സ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ വലിയൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇത് ചെറിയ ഇതാണ്, പിന്നെ വളരെ ക്യൂട്ടാണ്. ഈ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളോട് പ്രത്യേകിച്ച് നമുക്കൊരു താല്പര്യമായിരിക്കുമല്ലോ. പിന്നെ വെൽവെറ്റ് ഫിനിഷ് തന്നെയാണ്. 6 വർഷത്തോളം കേടുകൂടാതിരിക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. നിങ്ങൾക്ക് വേണ്ടാത്ത ഷെയ്ഡ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കൂ, സഹോദരിമാർക്ക് കൊടുക്കൂ, വീട്ടിലുള്ള അമ്മമാർക്ക് കൊടുക്കൂ, ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർക്ക് കൊടുക്കൂ, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ. എനിവേസ്, അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഞാൻ വേറൊരു ദിവസമാണ് എടുക്കുന്നത്. എനിക്ക് ഇതിൻ്റെ ഒരു 3 ഷെയ്ഡ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. അതായത് ബാക്കി എല്ലാ ഷെയ്ഡ്സും കൊള്ളാം കേട്ടോ. ഇതാണ് നമ്മുടെ ഷെയ്ഡ്സ് എല്ലാം. കണ്ട, കയ്യിലൊരു താജ്മഹൽ തന്നെ ഞാൻ തീർത്തിട്ടുണ്ട്. ഓക്കെ, എനിവേസ്, അപ്പം പിങ്കിൻ്റെ ഷെയ്ഡ്സ് ആട്ടോ എല്ലാം. എനിക്കിത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു സ്ലഗിങ് മെത്തേഡ്. അപ്പോൾ ഇത് രാവിലെയാണ് ചെയ്യുന്നത്. സ്ലഗിങ് ഒക്കെ കഴിഞ്ഞ് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫിൽറ്ററോ മേക്കപ്പോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഫേസ് നന്നായിട്ട് ആവാൻ വേണ്ട ആൾക്കാർ ലാസ്റ്റ് ചെയ്ത വീഡിയോ നോക്കിയാൽ മതി. സ്ലഗിങ് ഇത് ലൈറ്റായിട്ട് ഇടാൻ നല്ലൊരു ഷെയ്ഡാണ്. ഇത് നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റുള്ള വെൽവെറ്റ് എഫക്റ്റുള്ള ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ലിപ്സ് ഡ്രൈ ആവുന്ന ഒരു ഫീല് നമുക്ക് ഒട്ടുമേ വരുന്നില്ല. റിമൂവ് ചെയ്യാനും അത്യാവശ്യം എളുപ്പമാണ്, ഈസിയാണ്. ഒരുപാട് ലിപ്സ് ഡ്രൈ ആക്കാത്തത് കൊണ്ട് തന്നെ. അടുത്ത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതും ഒരു ലൈറ്റ് യെല്ലോ ഓറഞ്ച് ഷെയ്ഡാണ്. ഞാൻ പൊതുവേ ഒരു ലെയറൊക്കെ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ, ഒരുപാട് ഇതായിട്ട് ഇടത്തില്ല. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടുതൽ ലിപ്സ്റ്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഇതാണ് വരുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലാസ്റ്റ് കുറച്ച് മാറ്റ് ഫിനിഷായിട്ട് എനിക്ക് തോന്നിയതാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡെഫിനറ്റ്ലി 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ ഡെഫിനറ്റ്ലി ഇത് റെക്കമെൻഡ് ചെയ്യും. കാരണം നല്ല വെൽവെറ്റ് ഫിനിഷാണ്. 6 ഇയേഴ്സോളം ഇതിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഷെയ്ഡ്സൊക്കെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാഗിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വലിയൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു എഫക്റ്റും ഇല്ല. ഇത് വളരെ മൊബൈലാണ്, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ക്യൂട്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഞാൻ കാണിച്ചു തന്നതുപോലെ ഈ കാണുന്ന കളർ ഷെയ്ഡ്സൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എനിവേസ്, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. So thank you so much for watching our channel. Please do subscribe, follow us on DT Vlogs. Take care. Bye bye.